ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിലേക്ക്. അന്ന് പ്രഖ്യാപിച്ചത് ₹1 അധിക നികുതിയാണ്. ഇന്നത്തേതിൻ്റെ പകുതിക്കടുത്ത് വിലയെ അന്ന് പെട്രോളിനും ഡീസലിനും ഉണ്ടായിരുന്നു എന്നുള്ളതും ഓർക്കേണ്ടതാണ്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇന്ധന സെസ് ഏർപ്പെടുത്തേണ്ടി വന്നത് എന്നുള്ളത് നിയമസഭയിൽ കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള പകപോക്ക് നയങ്ങൾ നമ്മളെ ഇത്തരമൊരു കാര്യത്തിന് നിർബന്ധിതമാക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഞെരുക്കി തോൽപ്പിച്ച് കളയാം എന്നൊരു മനോഭാവമാണ് കേന്ദ്രത്തിനുള്ളത്. അതിന് കുടപിടിക്കുന്ന പണിയാണ് ഇവിടുത്തെ UDF നേതൃത്വം ചെയ്യുന്നത്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDFും BJPയും ചേർന്ന് നടത്തുന്ന സമര കോലാഹലങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുക്കില്ല എന്നാദ്യമേ തന്നെ പറയട്ടെ. സംസ്ഥാന ബജറ്റ് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നിയമസഭയിൽ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ്. സംസ്ഥാനത്തെ ധനസ്ഥിതിയെക്കുറിച്ച് ബജറ്റ് അവതരണത്തിന് മുൻപ് വ്യാപകമായി തെറ്റായ ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചിലർ പ്രചരിപ്പിച്ചിരുന്നു. അത് ഇപ്പോഴും ചില കേന്ദ്രങ്ങൾ ആവർത്തിക്കുകയാണ്. അതിലൊന്ന് കേരളം കടക്കെണിയാണ് എന്നതാണ്. മറ്റൊന്ന് ഇവിടെ അതിഭയങ്കരമായ ധനധൂർത്താണ് എന്നുള്ളതാണ്. ഇതിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപിടിച്ച് പ്രചരണം നടത്തിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവേശം അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കേരളത്തിൻ്റെ കടത്തിൻ്റെ കണക്ക് നമുക്കാദ്യം ഒന്ന് നോക്കാം. 2020-21 സാമ്പത്തിക വർഷത്തിൽ ആഭ്യന്തര വരുമാനത്തിൻ്റെ 38.51% കടം. ആ കടം 2021-22 37.01% കുറയുകയാണുണ്ടായത്. അതായത് 1.5% കുറവ്. 2022-23 പുതുക്കിയ കണക്കുകൾ പ്രകാരം ഇത് 36.38%. 2022-23 ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം കടം ആഭ്യന്തര വരുമാനത്തിൻ്റെ 36.05% പ്രതീക്ഷിക്കുന്നത്. അതായത് 2020-21 മുതൽ 2023-24 വരെയുള്ള 4 വർഷക്കാലയളവിൽ 2.46% കുറവാണ് കടം. ഈ കടത്തിൻ്റെയും ആഭ്യന്തര വരുമാനത്തിൻ്റെയും അനുപാതത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് പ്രത്യേകമായി
കാണേണ്ടതാണ്. ഇതിൽ കോവിഡ് കാലം, ആ കോവിഡ് കാലത്ത് സാമ്പത്തിക രംഗം ഉള്ള സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അക്കാലത്ത് ജീവനും ജീവനോപാധികളും നിലനിർത്താൻ സർക്കാരിന് അധിക ചെലവ് ഏറ്റെടുക്കേണ്ടി വന്നു. സാമ്പത്തിക രംഗത്ത് വലിയ തോതിൽ തളർച്ചയുണ്ടായ ഒരു ഘട്ടമാണത്. ആ സാഹചര്യത്തിൽ കടം വർദ്ധിച്ചത് സ്വാഭാവികമാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിലും ആഗോളതലത്തിലും ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുമ്പോൾ വരുമാനം നിലച്ചു പോകുന്ന അവസ്ഥ വരുമ്പോൾ അസാധാരണ സാമ്പത്തിക സാഹചര്യമാണ് ഉടലെടുക്കുന്നത്. ഇതാണ് 2020-21 ഇവിടെയും ഉണ്ടായത്. സമാനതകളില്ലാത്ത ആ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിൻ്റെ കടം ആഭ്യന്തര വരുമാനത്തിൻ്റെ അനുപാതം ശരാശരി 30-31% നിന്ന് 38.51% ഉയർന്നത്. അപ്പോൾ ഇതിനുണ്ടായ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിച്ച അധിക വായ്പാ പരിധിയുടെ വിനിയോഗമാണ്. കേരളത്തിലെ LDF സർക്കാരിൻ്റെ ശക്തമായ സമ്മർദ്ദം ഈ തീരുമാനമെടുക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു. കേരളം മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ അടക്കം ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നതും നാം ഓർക്കേണ്ടതാണ്. കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ജനോപകാരപ്രദമായ ഇടപെടലുകൾക്ക് വേണ്ടി വായ്പയെടുത്തത് എന്തോ ഒരു മഹാ അപരാധം ചെയ്തു എന്ന തരത്തിലുള്ള ആക്ഷേപമായിട്ടാണ് ഉയർത്തിയത്. ആ ആക്ഷേപം സാധാരണ നിലയിൽ കണക്കിലെടുക്കേണ്ട ഒന്നല്ല. വരുമാനമില്ലാത്ത സംസ്ഥാനത്ത് കടം മാത്രം പെരുകുന്നു എന്നാണ് മറ്റൊരു കുപ്രചരണം. കാരണം കടയുള്ളൂ, വരുമാനമില്ല. ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ ഇത്തരത്തിലുള്ള കുപ്രചാരകരുടെ വായടപ്പിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതെല്ലാം ഒളിഞ്ഞിരിക്കുന്നു. പുതിയ അടവെന്ന നിലയിൽ നികുതി കൊള്ള, നികുതി ഭീകരത എന്നൊക്കെയുള്ള മുറവിളി ഉയർത്തുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കടത്തിൻ്റെ വളർച്ച കുതിച്ചുയരുകയാണ് എന്നത് വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ്. 2021-22 മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് കടം വളർന്നത് 13.04%. 2022-23 പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം കടത്തിൻ്റെ വളർച്ച 10.33% കുറഞ്ഞു. 2023-24 ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം കടത്തിൻ്റെ വളർച്ച 10.21%. അപ്പം ഈ കണക്കുകൾ കടവർദ്ധനയുടെയും കടക്കെണിയുടെയും ലക്ഷണങ്ങളല്ല. ജനങ്ങളുടെ യുക്തിക്ക് നേരെ തൽപര കക്ഷികൾ വെച്ച കെണിയിൽ ഒരാളും പെടാൻ പോകുന്നില്ല.
സംസാരിക്കുന്ന കണക്കുകൾ വസ്തുതകളെ തുറന്നു കാട്ടുമ്പോൾ കടക്കണി എന്ന പ്രചരണം ഏറ്റെടുത്തവർക്ക് അത് പൂട്ടിവെക്കേണ്ടി വന്നത് നാം കാണുകയാണ്. സംസ്ഥാനത്തിൻ്റെ വരുമാന വർധനവിൻ്റെ കണക്ക് നമുക്ക് നോക്കാം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനത്തിൻ്റെ വാർഷിക വളർച്ചാ നിരക്ക് 20% കൂടുതലാണ്. 2021-22 22.41% വർധനവ് രേഖപ്പെടുത്തിയത്. GSTയുടെ വളർച്ചാ നിരക്ക് 2021-22 20.68%. 2022-23 പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം GST വരുമാനത്തിലെ വളർച്ചാ നിരക്ക് 25.11%. ഇത് നികുതി ഭരണരംഗത്തെ കാര്യക്ഷമതയുടെയും സംസ്ഥാന സർക്കാരിൻ്റെ മൂലധന ചെലവുകൾ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ കാരണം സാധ്യമായ ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്കും കാരണമാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെ നികുതി പിരിവ് നടക്കുന്നില്ല, കെടുകാര്യസ്ഥതയാണ് എന്നെല്ലാമുള്ള പ്രചരണം തീർത്തും അസംബന്ധമായി മാറുകയാണ്. ഇതെല്ലാമായിട്ടും എന്തുകൊണ്ട് സാമ്പത്തിക ഞെരുക്കം എന്ന ചോദ്യമുണ്ട്. സംസ്ഥാന സർക്കാർ കടം വർദ്ധിപ്പിച്ചതുകൊണ്ടോ നികുതി വരുമാന പിരിവിൽ അലംഭാവം കാണിച്ചതുകൊണ്ടോ അല്ല ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കമുണ്ടായത്. കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രതികൂല മാറ്റങ്ങളാണ് ഇതിന് കാരണം. 15ാം ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി 2021-22 4%. 2022-23 3.5%. 2023-24 2024-25 2025-26 വർഷങ്ങളിൽ 3% നിശ്ചയിച്ചിട്ടുണ്ട്. 2021-22 കണക്കുകൾ പ്രകാരം കേരളത്തിൻ്റെ ധനക്കമ്മി 4.11%. 2022-23 പുതുക്കിയ കണക്കുകൾ പ്രകാരം കേരളത്തിൻ്റെ ധനക്കമ്മി 3.61%. ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച മേൽപ്പറഞ്ഞ പരിധിയിൽ വൈദ്യുതി മേഖലയിലെ പരിഷ്കരണങ്ങൾക്കായി ലഭിക്കുന്ന 0.5% ഉൾപ്പെടുന്നില്ല. കേന്ദ്ര ധനമന്ത്രാലയം ഈ വാർഷിക വായ്പാ പരിധി അഥവാ ധനക്കമ്മി പരിധിയിൽ യുക്തിരഹിതമായി വെട്ടിക്കുറവ് വരുത്തുകയാണ്. നിയമപരമായി പ്രത്യേക നിലനിൽപ്പുള്ള കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ 3.5% വായ്പാ പരിധി വീണ്ടും വെട്ടിക്കുറക്കുന്നു. അതിലൂടെ സംസ്ഥാനത്തിൻ്റെ വരവ് ചെലവ് അനുമാനങ്ങളെ താളം തെറ്റിക്കാനും സാമ്പത്തിക സ്തംഭനാവസ്ഥ സൃഷ്ടിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെതിരെ പ്രധാനമന്ത്രി
കേന്ദ്ര ധനകാര്യമന്ത്രി എന്നിവർക്ക് വിശദമായ മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ അയച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ശക്തമായ അഭിപ്രായ രൂപീകരണം നടത്താൻ സംസ്ഥാന സർക്കാർ നടപടികൾ എടുക്കുന്നുമുണ്ട്. കേന്ദ്രത്തിൻ്റെ ഇത്തരം നടപടികളാണ് ധനഞെരുക്കമുണ്ടാക്കുന്നത്. ഇത് പറയാൻ കോൺഗ്രസിനും UDF-നും എന്താണ് പ്രയാസം? അത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. മൂലധന ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ നടപ്പാക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമല്ലല്ലോ, കേരളത്തിൽ എല്ലായിടവുമാണല്ലോ. അതായത് UDF അംഗങ്ങളുടെ മണ്ഡലങ്ങളിൽ അടക്കമാണല്ലോ ഈ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഇതെല്ലാം മറച്ചുവെച്ച് സർക്കാരിനും കിഫ്ബിക്കുമെതിരെ അനാവശ്യ പ്രചരണം നടത്തുകയാണ്. നിത്യനിദാന ചെലവുകൾക്ക് കടമെടുക്കുന്ന സർക്കാർ എന്നാണ് ആവർത്തിച്ച് പ്രചാരണം നടത്തുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ ചെലവുകളിൽ ഗണ്യമായ ഒരു ഭാഗം വികസന ചെലവുകളാണ്. വിദ്യാഭ്യാസ, ആരോഗ്യ, കൃഷി, ഗ്രാമവികസന, ജലസേചന മേഖലകളിൽ ചെലവഴിക്കുന്ന തുക, ഇവയെല്ലാം സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നതുമാണ്. ശമ്പളവും പെൻഷനും നൽകാൻ കടമെടുക്കുന്നുവെന്നാണ് വലിയ പ്രചാരണം. സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് രേഖകളുടെ ഭാഗമായ ബജറ്റ് ഇൻ ബ്രീഫിലെ പട്ടിക A10 കണക്കുകൾ വിശദമായി പറയുന്നുണ്ട്. ശമ്പളവും പെൻഷനും 2021-22 സംസ്ഥാനത്തിൻ്റെ മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ 61.21% 2022-23 പുതുക്കിയ കണക്കുകൾ പ്രകാരം ഇത് 50.34% കുറഞ്ഞു. 2023-24 ബജറ്റ് കണക്കുകൾ പ്രകാരം ഇത് 50.42%. മൊത്തം റവന്യൂ ചെലവിൻ്റെ അനുപാതത്തിൽ ഇതേ കാലയളവിൽ ശമ്പളവും പെൻഷനും 48.84, 43.62, 42.85%. ഇതിൻ്റെ ഗണ്യമായ ഒരു ഭാഗമാകട്ടെ വികസന ചെലവുമാണ്. റവന്യൂ വരുമാനത്തിൽ നിന്ന് തന്നെ ശമ്പളവും പെൻഷനും പലിശയും നൽകുന്നുണ്ട്. ഇത് കണക്കുകൾ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ശമ്പളവും പെൻഷനും നൽകാൻ കടം വാങ്ങുന്നു എന്ന പ്രചരണത്തിന് ഒരു അടിസ്ഥാനവുമില്ല. ശമ്പള ചെലവിനെ പറ്റി പലതരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ബജറ്റ് ഇൻ ബ്രീഫിലെ പട്ടിക A12 2023-24 സാമ്പത്തിക വർഷത്തെ മൊത്തം ശമ്പള എസ്റ്റിമേറ്റ് 40,051,13 രൂപയാണ്. ഇതിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, ജലസേചനം തുടങ്ങിയ മേഖലകളിലെ വികസന ചെലവിൽ ഉൾപ്പെടുന്നത് 30,607,33 രൂപയാണ്. ഇതിനർത്ഥം ആകെ ശമ്പള ചെലവിൻ്റെ 76.42% വികസന തുറകളിൽ
വിനിയോഗിക്കപ്പെടുന്നു എന്നതാണ്. വികസന ചെലവ് ധൂർത്താണ് എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറയാറുണ്ടോ? ചില സ്ഥാപിത താല്പര്യക്കാരൊഴികെ മറ്റാരെങ്കിലും ഇത് അംഗീകരിക്കുമോ? സംസ്ഥാന സർക്കാരുകളുടെ വായ്പാ പരിധി 2021-22 മുതൽ 2025-26 വരെയുള്ള കാലയളവിൽ 4%-നും 3%-നും ഇടയിൽ നിശ്ചയിച്ചുവല്ലോ. എന്നാൽ ഇതേ സമയം കേന്ദ്ര സർക്കാരിൻ്റെ ധനക്കമ്മി പരിധി 6%-നും 4%-നും ഇടയിലാണ് നിശ്ചയിച്ചത്. സാമൂഹ്യക്ഷേമ ചെലവുകളുടെ വലിയൊരു ഭാഗം സംസ്ഥാന സർക്കാരുകളുടെ ബാധ്യതയാണ്. പിന്നെന്തിനാണ് അസന്തുലിതമായ സമീപനം ധനകാര്യ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായത് എന്നത് ആശ്ചര്യജനകമായ കാര്യമാണ്. ഇതിനെതിരെ അവബോധമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോഴാണ് കടക്കണിയാണെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ ഒരു കൂട്ടർ തുനിയുന്നത്. ഇത് നാടിന് ഗുണകരമായ കാര്യമല്ല. ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് വളർച്ചാ നിരക്ക് താരതമ്യേന ഉയർന്ന നിലയിലാണ്. എന്നാൽ അതിൻ്റെ 1.4 ഇരട്ടി വരും കേരളത്തിലെ 2021-22 വളർച്ചാ നിരക്കായ സ്ഥിരവിലയിലെ 12%. സർക്കാർ ചെലവുകൾ ഇതിൽ വഹിക്കുന്ന പങ്ക് കുറച്ച് കാണാനാവില്ല. മൂലധന ചെലവും വികസന ചെലവും ധൂർത്തായി ചിത്രീകരിക്കുന്ന പ്രവണത ജനങ്ങൾ അസാധാരണ സാഹചര്യം നേരിടുമ്പോൾ ഒട്ടും ആശാസ്യമായതല്ല. സങ്കുചിത രാഷ്ട്രീയം വെച്ച് ഏതു വിധേനയും സംസ്ഥാന സർക്കാരിനെ താറടിക്കുക എന്താണ്, ആ ഒരു ലക്ഷ്യം മാത്രമാണ് ചിലർക്കുള്ളത്. ഇതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് സംസ്ഥാനത്തെ മന്ത്രിമാർ ധൂർത്ത് നടത്തുന്നുവെന്ന പ്രചരണം. 2023-24 ബജറ്റ് കണക്ക് പ്രകാരം കേരളത്തിൻ്റെ റവന്യൂ ചെലവിൻ്റെ എസ്റ്റിമേറ്റ് 1,59,000 കോടി രൂപയാണ്. മന്ത്രിസഭാംഗങ്ങൾക്കും മറ്റുമുള്ള റവന്യൂ ചെലവ് ഇതിൻ്റെ 0.0087% എന്ത് ആഘാതമാണ് ഇത് സംസ്ഥാനത്തിൻ്റെ ചെലവിലും കമ്മിയിലും കടത്തിലും വരുത്തുന്നത്? ഇക്കാര്യത്തിൽ ഒരു ധൂർത്തും കണക്കുകൾ തെളിയിക്കുന്നില്ല. പർവ്വതീകരിച്ച നുണകൾക്ക് മറുപടി സംസാരിക്കുന്ന കണക്കുകളാണ്, വസ്തുതകളാണ്. അവ ശരിയായ രീതിയിൽ വിശകലനം ചെയ്താൽ കേന്ദ്ര സർക്കാരിൻ്റെ അസമത്വപൂർണമായ നയവും അതിനെ പിന്തുണക്കുന്ന UDF സമീപനവുമാണ് തെളിയുക. വായ്പാ പരിധി വെട്ടിക്കുറക്കുന്ന കേന്ദ്ര സമീപനത്തോടൊപ്പം തന്നെ കേരളം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം കേന്ദ്ര ഗ്രാൻറ്റുകളുടെയും നികുതി വിഹിതത്തിൻ്റെയും കാര്യം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്ര വിഹിതം 75% നിന്നും 60% 2015-16 മുതൽ കുറച്ചു. ഇത് സംസ്ഥാനങ്ങൾക്ക്
അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചു. അനുച്ഛേദം 275 പ്രകാരമുള്ള ഗ്രാൻറ്റുകൾ കേരളത്തിന് 2024-25, 2025-26 വർഷങ്ങളിൽ ലഭിക്കുകയുണ്ടായില്ല. 15-ാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ പ്രകാരം ലഭ്യമാകേണ്ടിയിരുന്ന സംസ്ഥാനത്തിനുള്ള 1100 കോടി രൂപയുടെ ഗ്രാൻറ്റുകൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻറ്റുകൾ നൽകുന്നതിൽ ധാരാളം നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കേരളത്തിലെ ഫണ്ടുകൾ, ജീവനക്കാർ, ചുമതലകൾ എന്നീ 3 കാര്യങ്ങൾ ഉൾപ്പെടെ സമഗ്രമായ അധികാര വികേന്ദ്രീകരണമാണ് നടപ്പാക്കിയിട്ടുള്ളത്. തദ്ദേശ സർക്കാരുകൾക്കുള്ള ഗ്രാൻറ്റുകൾ നൽകുന്നതിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷനും കേന്ദ്ര സർക്കാരും ഈ കാര്യം പരിഗണിച്ചിട്ടേയില്ല. കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതം 14-ാം ധനകാര്യ കമ്മീഷൻ കാലയളവിലെ, അതായത് 2015-16 മുതൽ 2019-20 വരെ 2.5% നിന്നും 2020-21 മുതൽ 2025-26 കാലയളവിൽ 1.92% കുറഞ്ഞിരിക്കുന്നു. 2021-22 കേന്ദ്ര നികുതി വിഹിതമായി ലഭിച്ചത് 17,820 കോടി രൂപയാണ്. 2022-23 പുതുക്കിയ കണക്കുകൾ പ്രകാരം ഇത് 17,784 കോടി രൂപയാണ്. ഒരു വളർച്ചയുമില്ല, മുരടിപ്പാണ്. ഇതൊന്നും കാണാതെ ഇവിടെ സംസ്ഥാന സർക്കാർ നികുതി ഭീകരത നടത്തുന്നതെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതാണോ? പ്രാദേശിക സാമ്പത്തിക സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന BJP സർക്കാരിൻ്റെ സമീപനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ കേരളത്തിന് വന്നിട്ടുള്ള നികുതി വിഹിതത്തിലെ ഗണ്യമായ കുറവ്. കേരളത്തിൻ്റെ കേന്ദ്ര നികുതി വിഹിതം 1.92% കുറഞ്ഞതിന് കാരണം 15-ാം ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിൽ 1971 പകരം 2011 സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യ അടിസ്ഥാനമായി സ്വീകരിക്കണമെന്ന നിബന്ധനയാണ്. അത് മറച്ചുവെക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഈ നിബന്ധന കേരളത്തിന് വിനയാകുന്നത്? ദേശീയ ജനസംഖ്യാ നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കേരളം നല്ല രീതിയിൽ പരിശ്രമിച്ചു, വിജയിച്ചു. അതുകൊണ്ട്, അതായത് ഒരു ദേശീയ നയം മികച്ച നിലയിൽ നടപ്പാക്കിയത് നമ്മുടെ നികുതി വിഹിതം കുറയാനുള്ള കാരണമാക്കി മാറ്റി. 2018 തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളുമായി ചേർന്ന് കേരളം ഇത് സംബന്ധിച്ച് രാഷ്ട്രപതിക്ക് മെമ്മോറാണ്ടം നൽകിയതാണ്. അതിൻ്റെ ഫലമായി നികുതി വിതരണ ഫോർമുലയിൽ ജനസംഖ്യാ നിയന്ത്രണം പരിമിതമായി ഉൾപ്പെടുത്തുകയുണ്ടായി. എന്നാൽ അത് സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ആശ്വാസം പകരുന്നതല്ല. BJP സർക്കാരിൻ്റെ ഈ സമീപനമാണ് കേരളത്തിൻ്റെ നികുതി വിഹിതം ഗണ്യമായി കുറയാനിടയാക്കിയത്. ഇത് സമ്മതിക്കാൻ UDF-ന് പ്രയാസമുണ്ടാകും. കാരണം അവർ BJP-യോട് ചേർന്ന് സമരങ്ങൾ നടത്തുന്നവരാണല്ലോ.
ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുന്ന ഗ്രാൻറ്റുകൾ പുനരവലോകനം ചെയ്യാനും കേന്ദ്ര സർക്കാർ ശ്രമം നടത്തി. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ശക്തമായ നിലപാടെടുത്തതുകൊണ്ടാണ് ഇത് നടക്കാതെ പോയത്. ഇതൊന്നും ചർച്ച ചെയ്യാതെയാണ് സംസ്ഥാന സർക്കാരിനെ പഴി പറയാൻ തയ്യാറാകുന്നത്. കിഫ്ബിക്ക് ഖജനാവിൽ നിന്നുള്ള നികുതി വിഹിതം ഉറപ്പാക്കുക വഴി കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ തുടരും എന്നാണ് ബജറ്റ് പ്രസംഗത്തിൻ്റെ സ്പിരിറ്റ്. കിഫ്ബിക്ക് പണം വകയിരുത്തിയില്ല എന്നാണ് ചിലരുടെ കോലാഹലം. ഡീറ്റെയിൽഡ് ബജറ്റ് എസ്റ്റിമേറ്റ്സ് 2ാം വോള്യം നോക്കിയാൽ കാര്യം മനസ്സിലാവുന്നതേയുള്ളൂ. അതിൽ കിഫ്ബിക്കുള്ള വകയിരുത്തലിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഷെയർ ഓഫ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി ഫ്രം മോട്ടോർ വെഹിക്കിൾ ടാക്സ് 2215 2215 കോടി രൂപ. ഷെയർ ഓഫ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി ഫ്രം സെസ് ഓൺ പെട്രോൾ ആൻഡ് ഡീസൽ 594 കോടി രൂപ. ഇതാണ് കിഫ്ബിക്കുള്ള വകയിരുത്തൽ. കിഫ്ബി അപ്രസക്തമായി എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം തീർത്തും അസംബന്ധമായ കാര്യമാണ്. കിഫ്ബിയുടെ വായ്പ സംസ്ഥാന കടപരിധിയിൽപ്പെടുത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവും മറ്റും പറയുന്ന വാദം. എന്നാൽ പിന്നെ വകുപ്പുകൾ തന്നെ ആ പണം ഉപയോഗിച്ച് പണി ചെയ്താൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത്. പണം ലിവറേജ് ചെയ്ത് പല മടങ്ങ് മൂലധന നിക്ഷേപം ഉറപ്പുവരുത്തുക എന്നതാണ് കിഫ്ബിയുടെ ലക്ഷ്യം. മനസ്സിലാകാത്തൊരു കാര്യം, കിഫ്ബിയോട് എന്തിനാണ് ഇത്ര വലിയ അസഹിഷ്ണുത? ആകാശകുസുമം, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ ഇതിനെ നേരത്തെ അധിക്ഷേപിച്ചില്ലേ? ഒടുവിൽ കിഫ്ബി മുഖേന ആശുപത്രികൾ, സ്കൂളുകൾ, പാലങ്ങൾ, റോഡുകൾ സ്വന്തം മണ്ഡലങ്ങളിൽ യാഥാർത്ഥ്യമായപ്പോൾ അത് മോശമാണെന്ന് പറയുകയാണോ? അവയുടെ ക്രെഡിറ്റ് സ്വന്തം അക്കൗണ്ടിൽ പെടുത്തുകയാണോ ചെയ്തത് എന്ന് പ്രതിപക്ഷത്തെ പ്രമുഖരുൾപ്പെടെ ഓർത്തു നോക്കുന്നത് നന്നാകും. സർക്കാരിന് നേരിട്ട് കടമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കേന്ദ്രം ഉൾപ്പെടെ ചെയ്യുന്നത് പോലെ ആന്വിറ്റി മോഡൽ ബോഡി കോർപ്പറേറ്റുകളിലൂടെ കേരളം ബദൽ വികസന മാർഗങ്ങൾ ആരാഞ്ഞത്. കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് കിഫ്ബി ഊർജമേകിയത് അങ്ങനെയാണ്. എന്നാൽ കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും കടമെടുക്കുന്ന തുക ഓഫ് ബജറ്റ് ബോറോയിങ് ആയി പരിഗണിക്കുമെന്നും അത് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പായി കണക്കാക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട്. കേന്ദ്ര സർക്കാരിന് കീഴിലെ ആന്വിറ്റി മോഡൽ ബോഡി കോർപ്പറേറ്റുകളുടെ വായ്പ കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ടിൽ പെടുത്തുന്നില്ല. അപ്പോഴാണ് സംസ്ഥാനങ്ങൾക്കെതിരെ ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. കിഫ്ബി പെൻഷൻ കമ്പനി തുടങ്ങിയതുവഴി കടമെടുക്കുന്നതും സംസ്ഥാന സർക്കാരിൻ്റെ 3.5% വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്നതാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. കിഫ്ബിയുടെ മസാല ബോണ്ടിനെതിരെയും വന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഡാസുകൾ. എന്നാൽ ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി പോലെ അതേ രീതിയിലാണ് കിഫ്ബി ഇവിടെ പ്രവർത്തിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് മസാല ബോണ്ട് വഴി 5000 കോടി രൂപ സമാഹരിക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകി. അവർ ബോണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു.
കിഫ്ബിയുടെ മസാല ബോണ്ട് ക്ഷമാലംഘനം, തെറ്റായ ധനസമാഹരണം, ഹൈവേ അതോറിറ്റിയുടെ മസാല ബോണ്ട് പരിശുദ്ധം. ഇങ്ങനെയൊരു വിചിത്രമായ ലോജിക്കാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. കിഫ്ബി, പെൻഷൻ ഫണ്ട് എന്നിവയുടെ വായ്പാ ഇനത്തിൽ 14,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ അനുവദനീയമായ കടമെടുപ്പ് തുകയിൽ നിന്നും കേന്ദ്രം വെട്ടിക്കുറച്ചത്. ലൈഫ് മിഷൻ പദ്ധതിക്കായി KERDFC 6,000 കോടി രൂപയാണ് ഹഡ്കോയിൽ നിന്നുൾപ്പെടെ വായ്പയെടുത്തത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും ചേർന്ന് കടമെടുത്ത 14,000 കോടിക്കൊപ്പം ഈ 6,000 കോടി കൂടെ ആവുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് തുകയിൽ വീണ്ടും കുറവ് വരുത്തേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതാണ് പറയുന്ന അസാധാരണമായ സാഹചര്യം. ഇങ്ങനെ കേന്ദ്ര നയത്താൽ വരിഞ്ഞു മുറുക്കപ്പെട്ട സംസ്ഥാനത്ത് ആശ്വാസകരമായ ബജറ്റാണ് സർക്കാർ അവതരിപ്പിച്ചത്. ബജറ്റിലെ ഓരോ ഇനവും നോക്കിയാൽ മതി. വിലക്കയറ്റം തടയാൻ 2,000 കോടി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 80 കോടി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 14,149 കോടി, കുടുംബശ്രീക്ക് 260 കോടി, സാമൂഹ്യ സുരക്ഷാ പെൻഷന് 9,764 കോടി, ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി 71,861 വീടുകൾക്കും 30 ഭവന സമുച്ചയങ്ങൾക്കുമായി 1,436 കോടി രൂപ, മേക്ക് ഇൻ കേരള പദ്ധതി, റബ്ബർ വിലയിടിവ് തടയുന്നതിന് 600 കോടി. ഇങ്ങനെയെല്ലാം ബജറ്റിൽ വകയിരുത്തിയത് ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. ഒരു മേഖലയെയും ഒഴിവാക്കിയിട്ടില്ല. നാം കാലിടറിപ്പോകരുത് എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നിർബന്ധം. സംസ്ഥാനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ചില നികുതി പരിഷ്കരണങ്ങൾ അനിവാര്യമായി വന്നു. ഇപ്പോഴും സർക്കാർ അതേ ചെയ്തിട്ടുള്ളൂ. കേന്ദ്രം ഞെരുക്കുന്നതിനെ എതിർക്കാതിരിക്കുകയും സംസ്ഥാനത്തിന് വിഭവ സമാഹരണത്തിന് തടസ്സം നിൽക്കുകയും ചെയ്യുന്നത് ആരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്? ഏതായാലും അത് ഈ നാട്ടിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല എന്നത് ഉറപ്പാണ്. ഇത്രയെല്ലാം ഇവിടെ പറയേണ്ടി വന്നത് ബജറ്റിൽ കൊണ്ടുവന്ന പുതിയ നിർദ്ദേശങ്ങളെ നശീകരണ സ്വഭാവത്തോടെ എതിർക്കുന്ന പ്രതിപക്ഷ സമീപനം തുടരുന്നതുകൊണ്ടാണ്. എതിർപ്പിന് വേണ്ടിയുള്ള ഇത്തരം സമീപനം പ്രതിപക്ഷം ഒഴിവാക്കണം. നാടിനു വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാവണം. അതാണ് ഈ ഘട്ടത്തിൽ പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. 62 ലക്ഷം ആളുകൾക്ക് മാസം കൃത്യമായി വിവിധ തരം സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് ഏർപ്പെടുത്തിയ നികുതി വലിയ തെറ്റാണെന്ന് പറയുന്നവർക്ക് കടക്കണി എന്ന ആരോപണം ഉപേക്ഷിച്ചതുപോലെ ഇതും നാളെ മാറ്റി പറയേണ്ടി വരും. സാമൂഹ്യ സുരക്ഷ, സാമ്പത്തിക വളർച്ച, പശ്ചാത്തല സൗകര്യ വികസനം, ധനദൃഢീകരണം, ഈ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സർക്കാർ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ചുള്ള പ്രചരണങ്ങൾ വസ്തുതകളുടെ പിൻബലമില്ലാത്തതാണ്. ഇന്ത്യയിലെ നിയന്ത്രിത ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം പരിമിതമാണ്. സംസ്ഥാനങ്ങളുടെ ഫിസ്ക്കൽ സ്പേസ് കഴിഞ്ഞ 3 ദശാബ്ദങ്ങളിൽ വീണ്ടും ചുരുങ്ങിയിട്ടുണ്ട്. ഇതിന് കോൺഗ്രസ്, BJP സർക്കാരുകൾക്ക് ഉത്തരവാദിത്വവുമുണ്ട്.
പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ക്ഷേമ വികസന നയം നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ LDF സർക്കാർ. ഇതിനായുള്ള നടപടികളെ കണ്ണടച്ച് എതിർക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിക്കുന്നത്. അത് അവരുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പക്ഷേ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിക്കുന്ന രാഷ്ട്രീയമാണ്. പശ്ചാത്തല സൗകര്യ വികസനത്തിനും സാമൂഹ്യക്ഷേമത്തിനും വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിനും മുൻഗണന നൽകുന്ന കാര്യക്ഷമതയുള്ള ചലിക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. UDFന്റെ കാലത്ത് കട്ടപ്പുറത്തിരുന്ന പദ്ധതികൾ പലതും ഇപ്പോൾ കേരളത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ദേശീയപാത വികസന കാര്യത്തിൽ UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ മൂലം സംസ്ഥാനത്തിന് ഭാരിച്ച ചെലവ് വർധനയുണ്ടായി. സ്ഥലമേറ്റെടുക്കലിൻ്റെ 25% ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വന്നു. ഇപ്പോൾ ദേശീയപാത വികസനം വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ചലിക്കുന്ന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ വളരുന്ന കേരളത്തെയാണ് നാം ഇന്ന് കാണുന്നത്. സ്ഥിതിവിവരക്കണക്കുകൾ തെറ്റായി അവതരിപ്പിച്ച് ഇതിനെ മറച്ചു പിടിക്കാനുള്ള പാഴ്ശ്രമം UDF അവസാനിപ്പിക്കണം. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളും വികസന ആവശ്യങ്ങളും കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാന സർക്കാർ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. UDF ഇക്കാര്യത്തിലെല്ലാം കേരളത്തിൻ്റെ വികസന ആവശ്യങ്ങൾക്ക് പ്രതികൂലമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ പോലും സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ സംസ്ഥാന താൽപ്പര്യത്തിന് എല്ലാവിധത്തിലും തടസ്സം സൃഷ്ടിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന UDFന്റെയും കേരളത്തെ നശീകരണ ബുദ്ധിയോടെ കാണുന്ന BJPയുടെയും ഭാഗത്തു നിന്ന് കേരളത്തിൻ്റെ ധനസ്ഥിതിയെപ്പറ്റി തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ വരുന്നതിനെ ആ രീതിയിൽ തന്നെ ജനങ്ങൾ കാണുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇതോടൊപ്പം മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, തുടർ വിജയം നേടി LDF സർക്കാർ അധികാരമേറ്റ് ഈ വരുന്ന മെയ് 20-നാണ് 2 വർഷം തികയുന്നത്. പ്രകടന പത്രികയിൽ നൽകിയ 900 വാഗ്ദാനങ്ങൾ നടപ്പാക്കി സ്ഥായിയായ വികസന മാതൃക യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നാളത്തെ തലമുറ ആഗ്രഹിക്കുന്ന ആധുനിക തൊഴിലവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനായി കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും പരിവർത്തിപ്പിക്കാനുള്ള നടപടികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിനോടൊപ്പം പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളെ ഉൾപ്പെടുത്തി പ്രത്യേക 100 ദിന കർമ്മപരിപാടി ആവിഷ്കരിക്കാൻ കഴിഞ്ഞു. 2 100 ദിന കർമ്മപരിപാടികളാണ് 1.25 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് പൂർത്തിയാക്കിയത്. 2ാം വാർഷികത്തോടനുബന്ധിച്ച് 3ാമത്തെ 100 ദിന കർമ്മപരിപാടി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നാളെ ഫെബ്രുവരി 10 മുതൽ 100 ദിവസം കൊണ്ട് 15,896 കോടി 3 ലക്ഷം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കും. സംസ്ഥാന പുരോഗതിക്ക് ഗതിവേഗം കൂട്ടുന്ന അനേകം പദ്ധതികളാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാവുക. ആകെ 1284 പ്രോജക്റ്റുകൾ 100 ദിന പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 15,896 കോടി 3 ലക്ഷം രൂപ അടങ്കലും 4,33,644 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലും ഈ 100 ദിന പരിപാടിയിൽ ലക്ഷ്യമിടുന്നു. പശ്ചാത്തല വികസന പരിപാടികളും 100 ദിന പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വകുപ്പ് തലത്തിലുള്ള വിശദ വിവരങ്ങൾ പരിപാടിയുടെ ഭാഗമായുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് ഇവിടെ ഓരോ പരിപാടിയും
പ്രത്യേകം എടുത്തു പറയുന്നില്ല. എങ്കിലും പ്രധാനപ്പെട്ട ചിലത് ഇവിടെ പറയുകയാണ്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി 20,000 വ്യക്തിഗത ഭവനങ്ങളുടെ പൂർത്തീകരണം ഈ 100 ദിന പരിപാടിയിൽ ലക്ഷ്യമിടുകയാണ്. മെയ് 17 കുടുംബശ്രീ സ്ഥാപക ദിനം ആചരിക്കുന്നതാണ്. കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ലഭ്യമാക്കാൻ സംവിധാനമൊരുക്കും. പച്ചക്കറി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളുടെ ഉൽപാദനവും വിതരണവും ആരംഭിക്കും. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി വയനാട് സെന്റർ ഓഫ് എക്സലൻസ് കാർഷിക വികസനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കും. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി മുട്ടത്തറയിലെ 400 വീടുകളുടെ ശിലാസ്ഥാപനത്തോടു കൂടിയാണ് 100 ദിന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുന്നത്. 100 ദിനങ്ങളിൽ പുനർഗേഹം പദ്ധതി പ്രകാരം വിവിധ ജില്ലകളിൽ 1000-ഓളം ഭവനങ്ങളുടെ താക്കോൽ ദാനവും നടത്തുന്നതാണ്. സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 500 ഏക്കർ തരിശുഭൂമിയിൽ 7 ജില്ലകളിൽ ഒരു ജില്ലക്കൊരു വിള അനുയോജ്യമായ പദ്ധതി നടപ്പാക്കുന്നതാണ്. ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനായി ഏകജാലക അനുമതി സംവിധാനം ഏർപ്പെടുത്തും. ബ്രഹ്മപുരം സൗരോർജ പ്ലാന്റിന്റെ ഉദ്ഘാടനവും നടത്തും. 275 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷിയുള്ള പദ്ധതിയായിരിക്കും ഇത്. പാലക്കാട് ജില്ലയിലെ നടുപ്പതി ആദിവാസി ആവാസ മേഖലകളിൽ വിദൂര ആദിവാസി കോളനികളിലെ മൈക്രോ ഗ്രിഡ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. വ്യവസായ വകുപ്പിന്റെ പദ്ധതിയായ 1,00,000 സംരംഭങ്ങളുടെ ഭാഗമായി 2,80,934 പ്രത്യക്ഷ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ജലവിഭവ വകുപ്പ് 1,879 കോടി 89 ലക്ഷം രൂപയുടെയും പൊതുമരാമത്ത് വകുപ്പിൽ 2,610 കോടി 56 ലക്ഷം രൂപയുടെയും വൈദ്യുതി വകുപ്പിൽ 1,981 കോടി 13 ലക്ഷം രൂപയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് 1,595 കോടി 11 ലക്ഷം രൂപയുടെയും അടങ്കലുള്ള പരിപാടികളാണ് നടപ്പാക്കുന്നത്. ഈ 100 ദിന പരിപാടി സമാപിക്കുമ്പോൾ മുൻ പരിപാടികളെ പോലെ നടപ്പാക്കിയ പ്രോജക്റ്റുകളുടെ പുരോഗതി വെബ്സൈറ്റിലൂടെ ജനങ്ങളെ അറിയിക്കുന്നതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത് CAG ആ കണക്കുകൾ നോക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉന്നയിക്കാറുണ്ട് എല്ലാ ഘട്ടത്തിലും. എന്നാൽ അതുമായി ബന്ധപ്പെട്ട പരിശോധന PAC നടത്തിയതിനു ശേഷമാണ് അക്കാര്യത്തിൽ അവസാന തീരുമാനം എടുക്കുക. അപ്പോൾ ഇപ്പോഴത് ഒരു അവസാന തീരുമാനമാണ് എന്ന് കാണേണ്ടതായിട്ടില്ല. പിന്നെ ഇവിടെ പറഞ്ഞ കാലിത്തൊഴുത്തിന് 40 ലക്ഷം എന്ന് പറയുന്നത് അതുപോലെ അസംബന്ധമായൊരു പ്രചരണം ഈ ഭൂലോകത്തുണ്ടാകും തോന്നില്ല. എന്തെല്ലാം പ്രചരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതിനിടക്ക് എന്നെ ഒരു ബഹുമാന്യ വ്യക്തി കാണാൻ വന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾ ഇവിടുന്നല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൊടുത്ത വാർത്ത എന്തായിരുന്നു, എന്തൊക്കെ തെറ്റിദ്ധാരണാജനകമായിട്ടാണ് വാർത്ത, അതിനെതിരെ ഹൈക്കോടതിക്ക് പോലും പ്രതികരിക്കേണ്ടി വന്നില്ലേ? അങ്ങനെ ഒരു പത്രക്കുറിപ്പുമായിട്ട് ഹൈക്കോടതിക്ക് പോലും വരേണ്ടി വരുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചില്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ എവിടം വരെയാണ് പോകുന്നതെന്നാണ് നോക്കേണ്ടത്. അവിടെ ഈ കാലിത്തൊഴുത്തിനെ പറ്റി ഒരു കൂട്ടർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞു അവിടെ പാട്ട് കൊടുക്കുകയാണ്, പാട്ടിടാൻ പോവുകയാണ്. പിന്നെ പറഞ്ഞ് ഇപ്പോൾ വിമർശനം വന്നപ്പോൾ പാട്ടിടുന്നില്ല. എങ്ങനെയുണ്ട്? ആദ്യം പറയാ പാട്ടിടാൻ പോകുന്നത്, പിന്നെ പറയാ പാട്ടിടുന്നില്ല. ആ പാട്ടിടാത്തത് വിമർശനം വന്നുകൊണ്ടാണ് എന്ന് പറയും. ഇതെന്താ അവിടെ ഉണ്ടായിട്ടുള്ളത്? അവിടുത്തെ ആ റോഡ് സൈഡിലുള്ള മതിൽ ഇടിഞ്ഞു പോയതിന്റെ ഭാഗമായി അവിടെയുള്ള ആ മതിൽ പുതുക്കിപ്പണിയാനുള്ള നടപടിയാണ് വരുന്നത്. ഇത് ഞാനാണോ അതിന്റെ കണക്ക് തയ്യാറാക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അല്ലേ, അതുമായി ബന്ധപ്പെട്ട നടപടി അവരെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് കാണേണ്ടത്. അതല്ല നമ്മൾ കാണേണ്ടത്. കേന്ദ്രം ചെയ്യുന്ന ഈ കെടുതികൾ ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ, അതുണ്ടാക്കുന്ന കെടുതി ചെറുതല്ല, നമ്മളെ ഞെരുക്കുകയാണ് വല്ലാതെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസ്ഥാനത്ത് ചെയ്യേണ്ടതുണ്ടല്ലോ.
അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത് ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതമാവുകയാണ്. അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ടാണല്ലോ നമ്മുടെ പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ അടുത്ത് ഇതിന്റെ പ്രതികരണം ചോദിക്കാൻ വേണ്ടി ഒരു കൂട്ടർ ചെന്നപ്പോൾ ആ തൊഴിലാളി അപ്പോൾ പ്രതികരിച്ചത്. അത് തരക്കേടില്ല, അങ്ങനെ വന്നതുകൊണ്ട് ഞാനതിന് അനുകൂലമായിട്ടാണ് പ്രതികരിക്കുന്നല്ലേ പറഞ്ഞ വാചകങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടതുകൊണ്ട് ഞാൻ ആവർത്തിക്കേണ്ടതായിട്ടില്ല. ഇതാണ് നമ്മുടെ നാടിന്റെ പ്രതികരണം. നമ്മൾ കാണണം. എന്തിനാണ് ഇത്? ആളുകളെ ഉപദ്രവിക്കാനല്ല, ആളുകൾക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ നാട് ഇപ്പോൾ ഇന്ത്യയിലെ പട്ടിണിയില്ലാത്ത സംസ്ഥാനം, നമ്മുടെ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം, ഇങ്ങനെയൊക്കെ ഒരു പദവി നമ്മൾ നേടിയിട്ടുണ്ടല്ലോ. ആ നേടിയ അവസ്ഥ എങ്ങനെയാണ്? പാവങ്ങൾക്ക് ജീവിച്ചു പോകാൻ കഴിയുന്നതുകൊണ്ടാണ്. ഇപ്പൊ 1600 രൂപ ഒരു പാവപ്പെട്ട ആൾക്ക് ഒരു സാമൂഹ്യക്ഷേമ പെൻഷനായി ലഭിക്കുന്നെന്ന് പറയുമ്പോൾ അത് നൽകുന്നൊരു ജീവിത ഭദ്രതയില്ലേ? അത് 65 ലക്ഷം ആളുകൾക്ക് ലഭിക്കുകയില്ലേ? അതിൽ അനേക ലക്ഷം ആളുകൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കില്ലേ? അത് മുടങ്ങാതെ കിട്ടുക എന്ന് പറയുന്നത് പ്രധാനമല്ലേ? അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മുടെ കയ്യിൽ പണം വേണമല്ലോ. ആ പണം ലഭ്യമാക്കുന്നതിന് ചില നടപടികൾ വേണ്ടി വരും. അതാണ് ഇവിടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അത് ആളുകളെ ഉപദ്രവിക്കാനല്ല, ആളുകളെ കൂടുതൽ നല്ല രീതിയിൽ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അതിന്റെ ഭാഗം എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ അവരെ കെണിയിൽപ്പെടുത്തിയത് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ട്. നിങ്ങൾ ബോധപൂർവ്വം ആദ്യമേ തന്നെ പ്രചരിപ്പിച്ചു ഇവിടെ ഒരു രൂപ കുറക്കാൻ പോവുകയാണ്. അപ്പൊ ഉടനെ അവർ വിചാരിച്ചത് ശരിയാണ്, അങ്ങനെ കുറക്കാൻ പോവുകയായിരിക്കും. അവർ ചാടി വീണ് സമരം നടത്തി. അതല്ലേ സംഭവിച്ചത്? അത് നിങ്ങൾ ഉണ്ടാക്കിയൊരു കെണിയല്ലേ? നിങ്ങൾ അവരെ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്റെ പിടിവാശിയുടെ കാര്യം അതിൽ വരുന്നില്ല. ഇത് ഈ ഗവൺമെന്റിന്റെ നിലപാട് ആദ്യമേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ നിലപാടിൽ തന്നെയാണ് ഗവൺമെന്റ് നിന്നത്. അത്രയേ ഉള്ളൂ അതിനകത്ത്. അതായത് ഗവൺമെന്റിന് വേറെ വഴിയില്ലായിരുന്നു ഇത് സാഹചര്യത്തിൽ. നമുക്ക് നേരത്തെ ആണെങ്കിൽ മറ്റു പല മാർഗങ്ങളും ഉണ്ടായിരുന്നു. നികുതി വർധനവിന്റെ മറ്റു പല സ്രോതസ്സും ഉണ്ടായിരുന്നു. ആ വഴിക്കൊന്നും ഇപ്പൊ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ആകെ 2 ഭാഗേ ഉള്ളൂ. ഒന്നിതാണ്, പിന്നെ ഒന്ന് മദ്യമാണ്. അപ്പൊ ആ 2 കൈവെക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ നാടിന് ആവശ്യമായൊരു ഫണ്ട് സമാഹരിക്കുന്നതിന് ഈ നടപടി ആവശ്യമായിട്ട് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൊതുവിൽ ജനങ്ങൾ അതിനെ അനുകൂലിക്കുന്നത്. ഇത് ഒരു തവണയായിട്ട് സംഭവിക്കുന്നതാണല്ലോ. മാസം തോറും കൂട്ടിക്കൊണ്ടിരിക്കുന്നവർ വേറെ കിടക്കില്ലേ? അത് 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 അതെ 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 ആ ഒരു നിലയാണല്ലോ നമ്മൾ മാറേണ്ടത്. അതിൽ മാറ്റം വന്നാൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുമല്ലോ. അതിലേക്കല്ലേ നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. ഇഷ്ടം പോലെ വർദ്ധിപ്പിക്കുന്നതിന് സാഹചര്യം ഒരുക്കി ആ സാഹചര്യം ഒഴിവാക്കുകയാണല്ലോ വേണ്ടത്. ഇതൊരു നിശ്ചിത വരുമാനം നമ്മുടെ നാട്ടിന് ആവശ്യമാണ് എന്ന് അതുകൊണ്ടാണ് ജനങ്ങൾ തന്നെ കാണുന്നത്. അത് തന്നെ സഹിക്കേണ്ടി വരുന്നവര് അതിനെ അനുകൂലിക്കുന്നത് എന്തുകൊണ്ടാ? ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. അതാണ് നമ്മുടെ നാടിന്റെ ഒരു രീതി. ഇപ്പൊ നിങ്ങൾ കൃത്യമായി വരുമാനമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളിൽ നിന്നൊരു ടാക്സ് ഈടാക്കുമ്പോൾ ആ ടാക്സ് പൊതു നന്മക്ക് വേണ്ടിയാണെങ്കിൽ അതിൽ വലിയ തർക്കം ഉണ്ടാവില്ല. ഇപ്പോൾ ചില രാജ്യങ്ങളുടെ അനുഭവം എടുത്താൽ ചിലർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 65% വരെ നികുതി കൊടുക്കുന്നവരാണ്. അവർക്കതിൽ പരാതിയില്ല. എന്തുകൊണ്ടാണത്? എല്ലാ സാമൂഹ്യ സുരക്ഷയും അവിടെയുണ്ട്. ആ ആളുടെ രക്ഷ മാത്രമല്ല, ആ കുടുംബത്തിന്റെ രക്ഷയുണ്ട്, ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ രക്ഷയുമുണ്ട്. കുട്ടികൾ പുറത്തു പോയി പഠിക്കണമെങ്കിൽ അതിനുള്ള സംരക്ഷണമുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള ഉത്തരവാദിത്വത്തിലേക്ക് ഗവൺമെന്റ് അങ്ങ് മാറുമ്പോൾ, സംസ്ഥാനമല്ല ഒരു ഗവൺമെന്റ് മാറുമ്പോൾ ആ ഗവൺമെന്റിന് ഇത്തരം നടപടികളെ ആളുകൾ ചോദ്യം ചെയ്യില്ല. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ കാണണം. നമ്മളെല്ലാം ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. ഇതേതെങ്കിലും ഒരു 2 ഭാഗത്തും തർക്കിക്കേണ്ട കാര്യമല്ല. നാടിന്റെ നന്മക്ക് വേണ്ടി സ്വീകരിക്കുന്ന ചില നടപടികൾ, ആ നടപടികൾക്ക് നമ്മൾ നിർബന്ധമാകുകയാണെന്ന് കണ്ടാൽ മതി. അന്നത്തെ സാഹചര്യം ഇങ്ങനത്തെ അല്ലാലോ. ആ സാഹചര്യം നോക്കണ്ടേ? സാഹചര്യം എന്തിനാണ് ഉപയോഗിച്ചത്? അല്ല
അതല്ല യു ഡി എഫിന്റെ കാലം എന്ന് പറയുന്നത് യു ഡി എഫ് ഗവൺമെന്റിന്റെ ശരി ശരി അതില് പ്രത്യേകിച്ച് നമ്മൾക്ക് പങ്കുവെക്കാനൊന്നുമില്ല. കാരണം നല്ല രീതിയിൽ ചികിത്സ നടക്കുകയാണ്. പൊതുവെ കാര്യങ്ങൾ പിന്നെ നല്ല നിലക്ക് തന്നെ നടക്കുകയാണ്. മറ്റു പ്രത്യേകിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള സർക്കാരിൻ്റെ പിന്തുണ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ എന്ത് പിന്തുണയും നൽകാൻ സർക്കാർ സന്നദ്ധമാണ് എന്ന് ആ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. അതാണ് ഉണ്ടായത്. വീട് ആക്രമിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ് ഉണ്ടായതെന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തും. അതിന് പ്രത്യേക ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ വല്ലാത്ത ഒരു പ്രതികരണമാണ് കേട്ടോ. അത് നമ്മുടെ ആകെ അന്തരീക്ഷം അങ്ങ് മോശമായി പോകും ഞാനതിന് മറുപടി പറഞ്ഞാൽ. കാരണം അത്തരത്തിൽ ഒരു പൊതുപ്രവർത്തകൻ പറയാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ അത്രയും സംസ്കാരരഹിതമായിട്ട് എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രശ്നമാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തല്ലേ ഇരിക്കുന്നത്. സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇതിൻ്റെ ഒരു കാര്യം പിന്നെ പറയുമ്പോൾ ഒരു 275 മെഗാവാട്ട് എന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നുണ്ട്. അത് ഈ ബ്രഹ്മപുരം സൗരോർജ്ജ പ്ലാന്റിൻ്റെ ഭാഗമായിട്ട് 275 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദന ശേഷി എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. അത് 2.75 മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള പദ്ധതിയാണ്. അത് ആ തരത്തിൽ തിരുത്തിയെടുക്കണം. നമ്മുടെ സമയം കഴിഞ്ഞു. അത് അല്ല, അത് നമ്മൾ പിന്നീട് പരിശോധിക്കേണ്ട കാര്യമാണല്ലോ. ഏതായാലും അത് നിങ്ങൾ പങ്കുവെച്ച ഉത്കണ്ഠ ശരിയായിട്ടുള്ള ഒന്നാണ്. എന്താണ് നമുക്ക് നോക്കാം, അങ്ങനെ നോക്കി ചെയ്യാം. ബാക്കി നമുക്ക് പിന്നീടാവാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷ പാർട്ടികളെയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഇന്ധന സെസ് സമരത്തിന് എതിരെയാണ് മുഖ്യമന്ത്രി ആദ്യം സംസാരിച്ചത്. അതുപോലെ തന്നെ റിലയൻസിന് വേണ്ടി മന്ത്രിമാരെ മാറ്റിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും BJPയും കോൺഗ്രസും സമരത്തിനൊപ്പം ഉണ്ട് എന്നത് വിചിത്രമായ ഒരു സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഞെരുക്കി തോൽപ്പിക്കാൻ കേന്ദ്രവും കുടപിടിക്കുകയാണെന്നും